നമ്മുടെ ഒരു ഏകദേശം 1:30 കൂടി നടന്ന ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ആംബുലൻസ് ഡ്രൈവർ നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് ഒരു രാജേഷ് എന്ന പേരുള്ള, അത് പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു, രാജേഷ് എന്ന് പറയുന്ന 50 വയസ്സുള്ള ഒരാളെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ക്യാമ്പസിനകത്തേക്ക് ഇവർ എൻ്റർ ചെയ്തിരിക്കുന്നത് 2:52 നമ്മൾ CCTV നോക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2:53 ഇദ്ദേഹം ട്രയാജിലെത്തുന്നു. ട്രയാജിലെത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വൈറ്റൽസ് സ്റ്റേബിളാണ്. പൾസ് റേറ്റ്, BP, റെസ്പിറേറ്ററി റേറ്റ്, SpO2 തുടങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ നോക്കി. അങ്ങനെ വൈറ്റൽസ് സ്റ്റേബിളാണ്. അപ്പോൾ ആ വൈറ്റൽസ് സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആദ്യം യെല്ലോ സോണിലേക്ക്, നമ്മുടെ ട്രയാജിങ്ങിൻ്റെ ഇത് പ്രകാരം നമ്മൾ റെഡ് സോൺ, യെല്ലോ സോൺ, ഗ്രീൻ സോൺ എന്നായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ യെല്ലോ സോണിലേക്ക് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ സോണിൽ ഇവരെത്തുന്നു. യെല്ലോ സോണിലെത്തി ഇദ്ദേഹത്തെ പരിശോധിച്ചു, ഡോക്ടർ തന്നെ നോക്കി. അപ്പോൾ ഇദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററി എടുക്കണമല്ലോ. അപ്പോൾ ഹിസ്റ്ററിയും കാര്യങ്ങളും എവിടെ വെച്ച് എങ്ങനെയാണ് സംഭവിച്ചത്, പിന്നെ അത് ഒരു മെഡിക്കോ ലീഗൽ കേസാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യേണ്ട ഒരു ഇതുമുണ്ട്. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹത്തെ എക്സാമിൻ ചെയ്യുമ്പോൾ ചെവിയിൽ നിന്നും ബ്ലീഡിങ് ഉള്ളതായിട്ടും മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതായിട്ടും കണ്ടത്. അപ്പോൾ അത് കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ്. വൈറ്റൽസ് സ്റ്റേബിൾ ആണെങ്കിലും പേഷ്യൻ്റ് ഷോപ്പിലേക്ക് പോയിട്ടില്ലെങ്കിലും പേഷ്യൻ്റ് കുറച്ച് സീരിയസ് ആവാനുള്ള സാധ്യതയും ഹെഡ് ഇഞ്ചുറിയുടെ സാധ്യതയും കണക്കിലെടുത്തു. അപ്പോൾ CT കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ CT നോക്കുമ്പോഴും ഹെഡ് ഇഞ്ചുറിയാണ്. അപ്പോൾ ഹെഡ് ഇഞ്ചുറി ഉള്ള പേഷ്യൻസിനെ നമ്മൾ സാധാരണ വൈറ്റൽസ് സ്റ്റേബിൾ ആണെങ്കിലും റെഡ് സോണിലാണ് ചികിത്സിക്കുക. അപ്പോൾ റെഡ് സോണിലേക്ക് കൊണ്ടുപോയി. റെഡ് സോണിലേക്ക് ഡോക്ടർ അക്കമ്പനി ചെയ്തിട്ടുണ്ട്. റെഡ് സോണിൽ ചെല്ലുമ്പോൾ റെഡ് സോണിനകത്ത് 15 ബെഡിലും ആളുകളുണ്ട്. കാരണം വെന്റിലേറ്റർ പേഷ്യൻസ് ആണ്. ഇദ്ദേഹത്തിന് വെന്റിലേറ്റർ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ട്രോളിയിൽ കിടത്തിയിട്ട് ആ പേഷ്യൻറ്റിന് ന്യൂറോ സർജനെ വിളിക്കുകയും ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഡ്രൈവർ, ആംബുലൻസ് ഡ്രൈവർ, കൂടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ, ഇവിടെ മുഴുവൻ തിരക്കാണ്, ഇവിടെ ഒട്ടും സൗകര്യമില്ല പേഷ്യൻറ്റിനെ കിടത്താൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു ബഹളമുണ്ടാക്കി. അതിനുശേഷം ഈ രോഗിയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളുടെ ഇവിടെ എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള ഒരു ആശുപത്രിയാണ്. റെഡ് സോണിൽ നമുക്ക് 15 ബെഡുണ്ട്. 15ലും വെന്റിലേറ്ററിൽ ഉള്ള പേഷ്യൻസ് ആണുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇദ്ദേഹത്തെ ഒരു ബെഡിലേക്ക് മാറ്റാനുള്ള ഒരു സാവകാശം നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തുള്ള ഒരു റൂം സെറ്റ് ചെയ്യുകയും അതിനകത്തേക്ക് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ഉണ്ട് അതിനടുത്ത് തന്നെ, അപ്പുറത്തേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ബഹളം ഉണ്ടാക്കിപ്പോയത്. ഉചിതമായ എല്ലാ ചികിത്സയും ആ സമയത്തിനകം കൊടുക്കാവുന്നത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പറയാനുള്ളത്. ഇല്ല, ഡോക്ടർ പോകുന്നതിൻ്റെ ഇഞ്ചക്ഷനും അതിന് പ്രാഥമികമായി കൊടുക്കേണ്ട ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ചികിത്സ നമ്മൾ ന്യൂറോ സർജനെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ സാധാരണ ബാക്കിയുള്ള കാര്യങ്ങൾ. ഹെഡ് ഇഞ്ചുറി ഉണ്ടെന്ന് നമ്മൾ CT നോക്കി കൺഫേം ചെയ്തല്ലോ. അതിൻ്റെ ടൈമിൻ്റെ ഡിലേ എന്ന് പറയുന്നത് 2:52 ക്യാമ്പസിൽ വരുന്നു. 2:57 നമ്മുടെ OPയിൽ എത്തുന്നത്. ഇതിനെല്ലാം CCTV ദൃശ്യങ്ങളുണ്ട്. 2:57 വരുന്നു. 2:58 തന്നെ അവിടെ ഡോക്ടർ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ട്രയാജിൽ 2:55 നോക്കിയിട്ടാണ് OP ടിക്കറ്റ് അതിനോടൊപ്പം സൈമൾട്ടേനിയസ് ആയിട്ട് എടുത്ത് 2:58 തന്നെ ഡോക്ടർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ രവീന്ദ്രനാണ് നമ്മുടെ സർജറി യൂണിറ്റ് ചീഫ്.